നല്ല മഴ വരുന്നുണ്ടല്ലോ ഈശ്വര. ഓളൊക്കെ ഈ വണ്ടി പഴയ പൊസിഷനിൽ കൊണ്ടുപോയി നിർത്താം. കുറച്ച് ടൈം കിട്ടിയപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഒരാവശ്യമില്ലാതെ പ്രഷർ വാഷർ വെച്ചിട്ട് വാഷ് ചെയ്തു ഞാൻ. അപ്പോൾ അത് അടിച്ചു പോയി എന്നാണ് തോന്നുന്നത്. എന്തായാലും രാത്രി വണ്ടി ജിമ്മിലേക്ക് പോകുന്നതിൻ്റെ വഴിക്ക് ഓഫായി. അങ്ങനെ കടയിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇതിൽ വെള്ളം കയറിയിട്ടാണ്. പക്ഷെ അത് ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഗട്ടർ ചാടിയപ്പോൾ കത്തുന്നുണ്ടായിരുന്നു ആ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന ടൈമിൽ. അപ്പോൾ ഒരു ഡൗട്ടിലാണുള്ളത് ഫുള്ളായിട്ട് പോയോ ഇല്ലയെന്ന്. തൽക്കാലം രാത്രി പോകേണ്ടതെന്ന് വെച്ചിട്ട് അവിടെ നിന്നൊരു ലോക്കൽ ബൾബ് വാങ്ങിയിട്ടു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് അഴിച്ചു നോക്കണം, എന്നിട്ട് പഴയ ബൾബിനെ ഇട്ട് നോക്കണം. കാരണം അതിൽ വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ ഈ മഞ്ഞ ബൾബിന് ലൈറ്റ് പോകുന്നില്ല. മാത്രമല്ല അത് കുറച്ച് താഴേക്കാക്കിയിട്ടാണ് ഫിക്സ് ചെയ്തിരുന്നത്. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അതെന്നെ ഒന്നും കൂടി ഫിറ്റ് ചെയ്ത് നോക്കട്ടെ. അത്യാവശ്യം ഒരു 45 to 50 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. മറ്റുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഈ ബോഡി വെയ്റ്റ് ഇതൊരു ഓടിക്കാനുള്ള സുഖമൊക്കെ വെച്ചിട്ട് ഈ വണ്ടി എന്താ പറയുക, ഈ വണ്ടി വെർത്താണ്. ആ ഒരു എമൗണ്ടിന് വാങ്ങുന്നതും കുറച്ച് കാലം നന്നായിട്ട് യൂസ് ചെയ്യാം. ടൂൾസൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അയച്ചു ഗൈസ്. മൈക്കിലൊക്കെ വെള്ളമായിട്ടുണ്ടല്ലോ. ഇതാണ് കേട്ടോ ബൾബ്. അതായത് ഇതിത്ര 160 രൂപ എന്തുള്ളൂ. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനെ പരന്നിട്ട് അത് കാരണം കറക്റ്റ് കാണാൻ പറ്റില്ല. എന്തായാലും ഒന്ന് നോക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് മറ്റൊന്ന് ഇട്ട് നോക്കാം. നല്ല മഴ വരുന്നുണ്ടല്ലോ ഈശ്വര. മഴ പെയ്ത നമ്മൾ എല്ലാം എടുത്തിട്ടിട്ടാണ് ഓടും. വർക്ക് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. വർക്ക് ചെയ്തിട്ട് അപ്പോൾ ശരിക്കും വെള്ളം കയറിയതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇതന്നെ ഫിറ്റ് ചെയ്യാം. ഓക്കെ കൊള്ളാലോ. ബൈക്ക് നനയുന്നു, ഷൂ നനയുന്നു, ഫോണും നനയുന്നു. ഓടിക്കോ. നല്ല കിണ്ണം കാച്ച് മഴ. അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പുറത്ത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മഴക്കാലാണെന്നുണ്ടെങ്കിൽ മഴ കറക്റ്റ് ടൈമിൽ വരും. ഇപ്പോൾ ബൾബ് കത്തുന്നുണ്ട്, അത് കാരണം കുറച്ചൊരു ആശ്വാസം ഉണ്ടെങ്കിൽ അതിപ്പോൾ നല്ല രീതിയിലൊന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റ്.
അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് താഴ്ത്തിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് കാരണം വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് യൂസ് ചെയ്യാനും സുഖമാണ്. അത് ഞാൻ മേടിച്ചത് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ എൻ്റെ അടുത്തൊരു 2 വർഷത്തോളമായി ഈ ബൾബ്. ഇതിൽ തന്നെ ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. മാത്രമല്ല ഡയറക്റ്റ് കറണ്ട് ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഈ ആക്സിലേറ്റർ കുറയുമ്പോൾ ലൈറ്റ് കുറയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടും. അത്യാവശ്യം നന്നായിട്ട് പോകാൻ പറ്റും. എക്സ്ട്രാ വേറെ 2 സൈഡിൽ ബൾബ് അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. സോ മഴയൊക്കെ പോയി, നല്ല വെയിലായി. അപ്പോൾ കുറച്ച് നേരം വെയിലത്ത് വന്നിട്ട് പണിയെടുക്കാം. ഇതിന് ചെറിയ ലീക്ക് ഉണ്ട് തോന്നുന്നു. കാരണം ഇപ്പൊ നോക്കി വണ്ടിയൊക്കെ ചളിയില്ലായിരുന്നു. സോ ഹെഡ് ജസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോൾട്ടൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. എന്നടാ പെണ്ണി വെച്ചെടുക്കാം. കിട്ടി. ജസ്റ്റ് ഇടുക. അങ്ങനെ കുറച്ച് നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒടുവിൽ നമ്മൾ അത് കറക്റ്റ് പൊസിഷനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് എന്താ പറയുക പോസിറ്റീവ് സൈഡും കൂടി പറഞ്ഞിട്ടെ വണ്ടീനെ പറ്റിയിട്ട്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ ഹോണ്ട സിറ്റിക്ക് ഒരു ഇതുണ്ടല്ലോ, അതായത് ജെന്റിൽമാൻ കാർ എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ വേണമെങ്കിൽ യൂണിക്കോണിനെ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഞാൻ പറഞ്ഞുതരാം. വണ്ടിയുടെ ബാക്കി കാര്യം പറയാം. അതായത് ഇത് ഓടിക്കാൻ സുഖമാണ്, വലിയ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. ഒരു 80 കിലോമീറ്റർ മാക്സിമം സ്പീഡിലൊക്കെ നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ട് പോയി വണ്ടി. പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നില്ല വണ്ടി. പിന്നെ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ, അത് ഓയിൽ കറക്റ്റ് ആക്കിയാൽ മതി. വണ്ടി അധികം മെയിൻ്റനൻസ് ഒന്നുമില്ല. ഇത് 2017 മോഡലാണ്. ഇടയ്ക്ക് ഓടുന്നതനുസരിച്ച് ടയർ മാറ്റേണ്ടി വരിക എന്നല്ലാതെ, ഓയിലും ഇതൊക്കെ മാറ്റേണ്ടി വരിക എന്നല്ലാതെ വേറെ അതൊന്നുമില്ല. ഞാൻ സ്റ്റാർട്ടാക്കി നോക്കട്ടെ. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോൾ അത് സെറ്റായി. നിങ്ങൾക്ക് കാണിച്ചു ലൈറ്റിന്റെ പവർ എന്താ. കാണുന്നുണ്ടോ? ഓളൊക്കെ ഈ വണ്ടി പഴയ പൊസിഷനിൽ കൊണ്ടുപോയി നിർത്താം.